വെൽക്കം ടു ഇൻഡസ്റ്റോക്സ്. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ 2026 CPT സർജറി ഭാഗത്തു നിന്നുള്ള പാർട്ട് 1 വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പാർട്ട് 2 നോക്കാം. അതായത് ജെനിറ്റോ യൂറിനറി സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം, ഈ ഒരു ഭാഗത്ത് ഏതൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഇൻ ദ യൂറിനറി സിസ്റ്റം 2026 ഒരു പുതിയ കോഡ് വന്നിട്ടുണ്ട്, 52443 ഫോർ സിസ്റ്റോ യൂറിത്രോസ്കോപ്പിക് ട്രീറ്റ്മെന്റ് ഓഫ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഒബ്സ്ട്രക്ഷൻ. അതിൽ 2 ബലൂൺ സ്റ്റെപ്സ് വരുന്നുണ്ട്. ഒന്നാമത്തത് ആൻറ്റീരിയർ പ്രോസ്റ്റേറ്റ് കമ്മ്യൂസറോട്ടോമി ഈസ് പെർഫോംഡ് ടു ഓപ്പൺ ദ പ്രോസ്റ്റാറ്റിക് യൂറീത്ര യൂസിങ് എ നോൺ ഡ്രഗ് കോട്ടഡ് ബലൂൺ. രണ്ടാമത്തത് ഡ്രഗ് കോട്ടഡ് ആയിട്ടുള്ള ബലൂൺ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെലിവർ എ തെറാപ്യൂട്ടിക് ഏജന്റ് ഇൻ ടു ദ പ്രോസ്റ്റേറ്റ്. ഒരു പുതിയ കോഡും കൂടി ഉണ്ട്, 52597 describes a transurethral robotic assisted water jet resection of the prostate for benign prostatic obstruction. ഇൻ മെയിൽ ജെനിറ്റൽ സിസ്റ്റം 2026 പ്രോസ്റ്റേറ്റ് ബയോപ്സിയുടെ ഭാഗത്ത് ഒരു റീകൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അതായത് 55700 കോഡ് ഡിലീറ്റ് ചെയ്തു. പകരം 55707 മുതൽ 55714 വരെ ഒരു ന്യൂ കോഡ് സെറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്രോച്ചസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്രോച്ചസ്, പിന്നെ അതുപോലെ തന്നെ ഇമാജിൻ ടെക്നിക്സ്. കാരണം ഇവിടെ ട്രാൻസ്റെക്ടൽ, ട്രാൻസ്പെരീനിയൽ, ഇങ്ങനെ അപ്രോച്ച് വേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, യു വിൽ റിപ്പോർട്ട് ടാർഗറ്റഡ് ബയോപ്സീസ് വൺസ് പെർ ലീഷൻ rather than by number of codes. അതായത് ഇവിടെ once per lesion വെച്ചിട്ടാണ് കോഡ് എടുക്കേണ്ടത്. അതല്ലാതെ നമ്പർ ഓഫ് കോഡ്സ് മീൻസ് നമ്മൾ സാമ്പിൾസ് എടുക്കൂലേ, ഒരു ഏരിയ നമ്മൾ സാമ്പിൾസ് എടുക്കുമല്ലോ, ആ ഒരു കോഴ്സ് അല്ല നോക്കേണ്ടത്. പകരം എന്താണ്, ഓരോ കോഡും പെർ ലീഷൻ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഒരു പുതിയ ആഡ് ഓൺ കോഡ് വന്നിട്ടുണ്ട്, 55715 is added to report each additional targeted lesions when fusion. അതെന്താണ്? അഡീഷണൽ ആയിട്ടുള്ള ടാർഗറ്റഡ് ലീഷന് വേണ്ടിയിട്ട് വെൻ ഫ്യൂഷൻ ഓർ ഇൻ ബോർ ടെക്നിക്സ് ആർ യൂസ്ഡ്. ഏത് ടെക്നിക്കാണ്? ഫ്യൂഷൻ അല്ലെങ്കിൽ ബോർ ടെക്നിക്സ്. ഡയഗ്നോസ്റ്റിക് അൾട്രാസോണോഗ്രാഫി പെർഫോംഡ് അറ്റ് ദ സെയിം സെഷൻ ഈസ് ഇൻക്ലൂഡഡ് വിത്ത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആൻഡ് ഫ്യൂഷൻ കോഡ്സ് ലിസ്റ്റഡ് ഇൻ ദ ന്യൂ ഗൈഡ് ലൈൻസ്. അതായത് ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടുള്ള ഫ്യൂഷൻ കോഡ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് ഓൾറെഡി എന്ത് ഇൻക്ലൂഡ് ആണ്? അൾട്രാസോണോഗ്രാഫി ഇൻക്ലൂഡ് ആണ്, ഡയഗ്നോസ്റ്റിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് സെപ്പറേറ്റ്ലി കോഡ് ചെയ്യാൻ നിൽക്കരുത്. Okay. Also in this section 55866 was revised to become a parent code of 2 new codes. ആദ്യം ഇതൊരു പാരന്റ് കോഡ് തന്നെയായിരുന്നു. ആ പാരന്റ് ഒരു കോഡിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ഇത് ഒരു പാരന്റ് കോഡ് ആയിട്ടുണ്ട്. എന്തിന്? 2 ന്യൂ കോഡ്സിന്. അതായത് ഇതിന്റെ താഴെയായിട്ട് 2 ഇന്റൻഡഡ് കോഡ്സ് വരുന്നുണ്ട് 2026. ഓക്കെ. ഇനി 55868 ഇന്റൻഡഡ് കോഡാണ് കേട്ടോ പറയുന്നത്. 55868 യൂസ് ദിസ് കോഡ് ടു റിപ്പോർട്ട് ലിംഫ് നോഡ് ബയോപ്സീസ് വെൻ പെർഫോംഡ് ഡ്യൂറിങ് എ റാഡിക്കൽ റിട്രോപബിക് ലാപ്രോസ്കോപ്പിക് പ്രോസ്റ്ററ്റക്ടമി. 55869 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ദിസ് കോഡ് ടു റിപ്പോർട്ട് ബൈലാറ്ററൽ പെൽവിക് ലിംഫാഡിനെക്ടമി വെൻ പെർഫോംഡ് ഡ്യൂറിങ് എ റാഡിക്കൽ റിട്രോപബിക് ലാപ്രോസ്കോപ്പിക് പ്രോസ്റ്ററ്റക്ടമി. ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്, 14 കോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 കോഡ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സർജറി നെർവസ് സിസ്റ്റത്തിൽ 3 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്, 11 കോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. In nervous system, transcatheter vascular occlusion or embolization codes ആയിട്ടുള്ള 61624 and 61626 are revised. അതായത് അതിൽ റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇൻട്രാ പ്രൊസീജിയറൽ റോഡ് മാപ്പിംഗ് ആൻഡ് ഇമാജിംഗ് ഗൈഡൻസ് നെസസറി ടു കംപ്ലീറ്റ് ദ ഇന്റർവെൻഷൻ. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 62330 പിന്നെ 62331 ഇത് രണ്ടും പുതിയ കോഡ്സ് ആണ്. ഇത് 62330 എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ പെർക്യൂട്ടേനിയസ് ലംബാർ ഡീകംപ്രഷൻ വിത്ത് പാർഷ്യൽ റിമൂവൽ ഓഫ് ദ ലിഗമെന്റം ഫ്ലേവം അറ്റ് 1 ഇന്റർസ്പേസ്. Okay, the work includes a limited laminotomy for access, epidurography and imaging guidance with CT or fluoroscopy. Okay, പിന്നെ ആഡ് ഓൺ കോഡ് എന്ന് പറയുമ്പോൾ 62331 for each additional lumbar interspace treated in the same session.
A new family of course describes autonomic nervous system modulation, which is baroflex activation therapy for resistant hypertension or heart failure using a system with a carotid sinus lead connected to a subcutaneous pulse generator. ഓക്കെ, അതായത് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോണോമിക് നെർവ് സിസ്റ്റം മോഡുലേഷൻ ഇതിന്റെ ഒരു പുതിയ ഭാഗം വന്നിട്ടുണ്ട്. അതിൽ ഒരു കരോട്ടിഡ് സൈനസ് ലീഡ് ഉണ്ടാകും. അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു പൾസ് ജനറേറ്റർ ഉണ്ടാകും. 64654 describes the initial open implantation of a batch system including carotid sinus lead placement, tunneling, pulse generator placement, connection and intraoperative interrogation and programming. 64655 reports revision or replacement of the batch system lead only with intraoperative interrogation and programming included. 64656 reports revision or replacement of batch system pulse generator only with intraoperative interrogation and programming included. 64657 describes removal of the entire batch system including both the carotid lead and pulse generator. 64658 describes removal of the batch system lead only. 64659 describes removal of the batch system pulse generator only. ഇവിടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, അതായത് റിപ്പോർട്ട് ഇൻറ്ററഗേഷൻ മീൻസ് നമ്മളൊരു ഇംപ്ലാന്റ് ചെയ്ത ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനലൈസ് ചെയ്യുമല്ലോ, അതിനെയാണ് നമ്മൾ ഇൻറ്ററഗേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് ഇൻറ്ററഗേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് പെർഫോംഡ് ഓൺ ദ സെപ്പറേറ്റ് ഡേറ്റ്, അതായത് ഇൻറ്ററഗേഷനും പ്രോഗ്രാമിങ്ങും സെപ്പറേറ്റ് ഡേറ്റിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിന് ന്യൂ കോഡ്സ് ഉണ്ട്, അതായത് 93145 ഓർ 93146. അതർവൈസ് ഇപ്പോൾ ഇൻറ്ററഗേഷനും പ്രോഗ്രാമിങ്ങും ഇംപ്ലാന്റേഷൻ, റിവിഷൻ, റീപ്ലേസ്മെന്റ്, റിമൂവൽ ഇതൊക്കെ ചെയ്തതിന്റെ ടൈമിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 64654 മുതൽ 64657 വരെയുള്ള കോഡ്സ് യൂസ് ചെയ്യാം. CPT സർജറി സെക്ഷൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഈ 2 വീഡിയോസിലൂടെ കവർ ചെയ്തു. ഇനി അതർ ദാൻ സർജിക്കൽ സെക്ഷൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാം. So thank you for watching this video.